guys, welcome back to my channel. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിത്വാനിയ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം എങ്ങനെ ഫോം ചെയ്തു. അതിനു മുൻപ് ഇവർ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ആണ് നിങ്ങളിപ്പോൾ പിക്ചർ രൂപത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുന്നതിന് മുമ്പ് ഇത് ആദ്യം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ പറയാം സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലായിരുന്നു ഇവർ. അത് കഴിഞ്ഞ് ഇവർ അവരോട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് കിട്ടിയ ഒരു ഇൻഡിപെൻഡൻ്റ് ആണ് ഇപ്പോൾ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്. സോ അവർ അന്ന് ഫേസ് ചെയ്തിരുന്ന ഒരുപാട് പ്രോബ്ലംസ് എല്ലാമാണ് ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചർ രൂപത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഓരോ ഇയറിൽ വന്നിരുന്ന ഓരോ പ്രോബ്ലംസ് അവർ അതാത് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ പിക്ചർ രൂപത്തിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പല ബിൽഡിങ്സാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിലായാലും കണ്ടുകൊണ്ട് പോന്നിരുന്നത്. അത്രയ്ക്കും ഓൾഡ് ബിൽഡിങ്സാണ് നിങ്ങൾ കണ്ടത് നേരത്തെ. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ പിക്ചേഴ്സിൽ കാണുന്ന ചില ബിൽഡിങ്സ് എല്ലാം ഞാൻ ചെയ്തിരുന്ന ആദ്യത്തെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരുന്ന ആദ്യത്തെ വീഡിയോയിലെല്ലാം സുപരിചിതമാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറീസ് വരും വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നതാണ്. കാരണം ഈ സ്റ്റോറീസ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മുഴുവൻ പറഞ്ഞ് ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വരും വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾഡ് ടൗൺ കഴിഞ്ഞു അതിൻ്റെ ഒരു എൻഡിങ് പൊസിഷനിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ കൂടുതലായും റെസ്റ്റോറൻറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് ഇത്. കണ്ടോ, ഒരുപാട് പൂക്കൾ കൊണ്ടാണെങ്കിലും ചെടികൾ കൊണ്ടാണെങ്കിലും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വളരെ മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. സൈഡിൽ നിങ്ങൾക്ക് കാണാം കാർ പാർക്കിംഗ് ഏരിയ. ഈ കാർസ് എല്ലാം റെസ്റ്റോറൻറ്റിൽ വരുന്ന ആളുകളുടെ കാർസ് ആണ്. സോ അവർക്ക് അതിനു വേണ്ടി മാത്രം റെസ്റ്റോറൻറ്റ്സ് ആളുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളുകൾ അതിനുള്ള ഒരു സജ്ജീകരണമെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്സ് ആണ്. അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളെല്ലാം ചില അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ചില ഓഫീസസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ്, ഓഫീസസ് അല്ലെങ്കിൽ പല ബിൽഡിങ്സ് എല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പള്ളി, ഇതും നേരത്തെ നമ്മൾ കണ്ട ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള വേറൊരു പള്ളിയാണിത്. ഇതൊരു റോമൻ കാത്തലിക് ചർച്ച് കൂടിയാണ്. അതിൻ്റെ സൈഡിൽ കാണാം ഒരു ചെറിയൊരു ഷോപ്പ്. നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയൊരു കോഫി കുടിക്കണമെന്നുണ്ടെങ്കിലെല്ലാം നമുക്ക് ഈ ഷോപ്പിൽ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ബിൽഡിങ്സ്, ചില മ്യൂസിയംസ്, ചില ഓഫീസസ്, ഇതെല്ലാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടത്. അവിടെ ഒരു സൈക്കിൾ പാർക്കിംഗ് ഏരിയ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് പരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട്. എന്താണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല. ഇത് ഓൾഡ് ടൗണിൻ്റെ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി വരുമ്പോഴുള്ള ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ പോലും റെസ്റ്റോറൻറ്റ്സിൽ വരുന്ന ആളുകൾക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണമെല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം ഒരുപാട് ആളുകൾ, ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ടാണ് പുറത്തിരുന്നു ആളുകൾക്ക് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരു സിറ്റുവേഷനെല്ലാം അവരൊരുക്കി വെച്ചിരിക്കുന്നത്. വിൻ്ററിലാണെങ്കിലെല്ലാം ഉള്ളിലായിരിക്കും. സോ ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊന്നും നമുക്ക് വിൻ്റർ ടൈമിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു സ്ത്രീ ഇൻ്റർവ്യൂ ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം. അതെല്ലാം വീക്കെൻഡിലെല്ലാം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ. ഇതെല്ലാം തന്നെ ഒരു ഓൾഡ് ടൗണിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഉണ്ട്. അവിടെ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേറെ ഒരു ചർച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ചാപ്പൽ പോലത്തെ ഉള്ള ഒരു സ്ഥലം. പിന്നെയും കുറച്ച് സൈഡിൽ കൂടി നമുക്ക് നീങ്ങിയാൽ കാണാം, അവിടെ ഒരു റഷ്യൻ ഓർത്തഡോക്സിൻ്റെ വേറൊരു ചർച്ച് കൂടി നമുക്ക് കാണാം. കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ക്രോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊരു ചെറിയ ചർച്ചാണ്. ഇവിടെ അങ്ങനെ ഹോളി മാസസ് ഒക്കെ നടക്കുന്നത് വളരെ കുറവാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റാണ്. സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്. അത് മുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പാർട്ട്മെൻറ്റ്. താഴെ റെസ്റ്റോറൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അകലെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും, അവിടെയും ഒരു ചെറിയ ഒരു ചാപ്പൽ പോലത്തെ ഒരു പള്ളി നമുക്ക് കാണാം. പള്ളിയല്ല, ഒരു ചാപ്പൽ. അവിടെ ഇപ്പോൾ റിന്യൂവേഷനൊക്കെ നടക്കുകയാണ്. സോ നമുക്കതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള സൗകര്യമൊന്നും ഇപ്പോൾ ഇല്ല. അവിടെ ആ പള്ളി, ആ ഒരു ചാപ്പലിൽ നമുക്ക് എൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, അവിടെ മദർ മേരിയുടെ ഒരു സ്വർണം പൂശിയ ഒരു ചെറിയൊരു സ്റ്റാച്ചു നമുക്ക് കാണാം. പക്ഷേ നമുക്കിപ്പോൾ പ്രവേശിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ ഈ ക്യാമറയിൽ മാക്സിമം അത് കാണിക്കാൻ നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് ആ ഗ്ലാസ്സിലൂടെ കണ്ടാൽ തന്നെ മനസ്സിലാകും, ഒരു ഗോൾഡ് കളറിലെ ഒരു മദർ മേരിയുടെ സ്റ്റാച്ചു ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ നടന്ന് നീങ്ങിയാൽ ഓൾഡ് ടൗൺ എല്ലാം കവറാവും. ഇതെല്ലാം കണ്ടോ, ഓൾഡ് ടൗൺ ബിൽഡിങ്സ് എല്ലാമാണ്. ഓൾഡ് ടൗണിലുള്ള ബിൽഡിങ്സ് കണ്ടോ, അവിടെയും എല്ലാം ബിൽഡിങ്സൊക്കെ ഭയങ്കര ഓൾഡായി. ചില സ്ഥലത്തൊക്കെ പൊട്ടുകളെല്ലാം വീണിട്ടുണ്ട്. ചില ബിൽഡിങ്സിലെല്ലാം നിങ്ങൾക്ക് കാണാം ആർട്ട് ആൻഡ് വർക്ക് എല്ലാം ചെയ്ത് വളരെ മനോഹരമായി അവർ വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു തുർഗൂസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് മീറ്റ്, അതുപോലെ ഫിഷസ് എല്ലാം മേടിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫിഷോ അല്ലെങ്കിൽ മീറ്റ് പോലത്തെ എന്തെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത്, നല്ല കുറച്ച് എക്സ്പെൻസ് ആവും, പക്ഷേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളതെല്ലാം കിട്ടും. പക്ഷേ ഈ മാർക്കറ്റാണെങ്കിലും എല്ലാ ദിവസവും തുറക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞ ഇൻഫർമേഷൻ. ഈ ചെറിയ വഴികളെല്ലാം ബസ്സുകളെല്ലാം പാസ് ചെയ്യും. പക്ഷേ നോർമൽ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. ഈ ട്രോളി ബസ്സസ് ഒന്നും ഇതിൽ പോവില്ല. ഈ സാധാരണ ഓട്ടോ ബസ്സസ്, അങ്ങനത്തേതായ ബസ്സസൊക്കെ ഇതിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അറിയാം, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചെറിയ ഒരു വഴിയാണ്. അല്ലെങ്കിൽ ഒരുപാട് വണ്ടികൾ വരുമ്പോൾ ക്രൗഡാവും. സോ അത് വലിയൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വലിയൊരു ക്രൗഡാകുമ്പോൾ നിങ്ങൾക്കറിയാം ട്രാഫിക് ജാം വരാം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ഓട്ടോ ബസ്സസിന് മാത്രം, അല്ലെങ്കിൽ 2 വീലേഴ്സ് 4 വീലേഴ്സിന് മാത്രം പോകാനുള്ള ഒരു വഴി അല്ലെങ്കിൽ അലോ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സ്തോത്തിസ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ആ ബസ് വരുന്നതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു വഴിയിൽ നിന്നാണ്. റെയിൽവേ സ്റ്റേഷനുള്ള വഴി ഞാൻ റെയിൽവേ സ്റ്റേഷനെല്ലാം ഞാൻ നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. സോ ഈ എപ്പിസോഡിലുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.